ഫോൺ വേണ്ട, ആപ്പ് വേണ്ട, ഇൻ്റർനെറ്റ് വേണ്ട, പ്യൂർ ഹൈ ക്വാളിറ്റി മ്യൂസിക് എക്സ്പീരിയൻസ് അതിന് പറ്റുന്ന റേറ്റാണ് ഇതിനകത്തുള്ളത്. ഇത് ഓഡിയോ കളർ എന്ന കമ്പനി പുറത്തിറക്കിയിട്ടുള്ള ഒരു ഹൈഫൈ മ്യൂസിക് പ്ലെയർ ആണ്. ഞാൻ അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം. അൺബോക്സിംഗ് എന്ന് പറയാൻ മാത്രമല്ല, സിമ്പിളാണ്. ബോക്സ് ഓപ്പൺ ചെയ്താൽ ഗൈസ് ഇതാണ് നമ്മുടെ ഐറ്റം. പിന്നെ ഇതിനകത്ത് ഒരു ടൈപ്പ് എ ടു ടൈപ്പ് സി കേബിളും കൊടുത്തിട്ടുണ്ട്. പിന്നെ ആരും വായിക്കാൻ സാധ്യതയില്ലാത്തൊരു യൂസർ മാനുവൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ മെയിൻ ഐറ്റം. സംഭവം കൊള്ളാട്ടോ, അത്യാവശ്യം നല്ല പ്രീമിയം ഫീൽ ഉണ്ട്. മാത്രമല്ല നല്ല കോമ്പാക്റ്റ് സൈസാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ സൈഡൊക്കെ അത്യാവശ്യം കവ് ചെയ്ത് കൊടുത്തോണ്ട് തന്നെ ഹോൾഡ് ചെയ്യാൻ നല്ല കംഫർട്ടാണ് കേട്ടോ. പിന്നെ ലൈറ്റ് വെയിറ്റ് എന്ന് പറയാൻ പറ്റില്ല, കാരണം അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. അതിന് പ്രധാന കാരണം എനിക്ക് തോന്നുന്നത് കംപ്ലീറ്റ് മെറ്റാലിക് ബിൽഡാണ് വരുന്നത്. കണ്ടില്ല, ഈ ഫ്രെയിം കംപ്ലീറ്റ്ലി മെറ്റാലിക് ആണ്. ഇതിൽ കൊടുത്തിട്ടുള്ള മേറ്റ് ഫിനിഷിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ഫിംഗർ പ്രിന്റും കാര്യങ്ങളൊന്നും ഇതിൽ പിടിക്കുന്നില്ല. ഇതിൻ്റെ മെയിൻ ഐറ്റത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ പോർട്സ് ആൻഡ് ബട്ടൺസ് ഒക്കെ ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ റൈറ്റ് സൈഡിലാണ് ഒട്ടുമിക്ക സംഭവങ്ങളും കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് ട്രാക്ക്, പ്രീവിയസ് ട്രാക്ക്, അതുപോലെ പ്ലേ ആൻഡ് പൗസിനുള്ള ബട്ടൺ, അതുപോലെ തന്നെ പവർ ബട്ടണും പിന്നെ ഈ ഒരു വോളിയം നോബും കൊടുത്തിട്ടുള്ളത് റൈറ്റ് സൈഡിലാണ്. ഇതിൻ്റെ വോളിയം നോബിൻ്റെ സൗണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടാണ്. കാരണം വെരി വെരി സാറ്റിസ്ഫൈങ്. കേൾപ്പിച്ചു തരാം കേട്ടാ. ഇനി ടോപ്പ് സൈഡിലേക്ക് വരികയാണെങ്കിൽ 2 ഹെഡ്ഫോൺ ജാക്കാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒന്ന് നമ്മുടെ നോർമൽ 3.5 mm ജാക്കാണ്. സെക്കൻഡ് വൺ ആയിട്ട് കൊടുത്തിട്ടുള്ളത് 4.4 mm വരുന്ന ബാലൻസ്ഡ് ജാക്കുമാണ്. പിന്നെ ഇതൊരു ഹൈഫൈ മ്യൂസിക് പ്ലെയർ ആയതുകൊണ്ട് തന്നെ ഇതിൽ സ്പീക്കർ കൊടുത്തിട്ടില്ല, കാരണം അത്രയും നല്ലൊരു ക്വാളിറ്റി സ്പീക്കറിന് കിട്ടാൻ സാധ്യതയില്ലാത്തതുകൊണ്ടാണ്. പിന്നെ ഇതിൻ്റെ താഴ്ഭാഗത്തായിട്ട് നിങ്ങൾക്ക് ഒരു ടൈപ്പ് സി പോർട്ടോ അതുപോലെ തന്നെ ഒരു മൈക്രോ SD കാർഡിൻ്റെ സ്ലോട്ടും കാണാൻ പറ്റും. ഈ SD കാർഡിനൊന്നും നിർബന്ധമൊന്നുമില്ല, കാരണം ഇതിനകത്ത് 64 GB ഇൻറ്റേർണൽ മെമ്മറി വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ് നോക്കുവാണെങ്കിൽ കാലിയാണ്. പിന്നെ പ്രധാനമായിട്ട് പറയാനുള്ളത് ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് വരികയാണെങ്കിൽ ഇതാ ഈ കാണുന്ന ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. 4.2 ഇഞ്ച് വരുന്ന ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ബ്രൈറ്റ്നസ്സും അടിപൊളിയാണ് കേട്ടോ, നല്ല ബ്രൈറ്റ്നസ് കിട്ടുന്നുണ്ട്. ഞാനിത് ഔട്ട്ഡോറിലൊക്കെ യൂസ് ചെയ്ത് നോക്കി. സോ അവിടെ ഒന്നും എനിക്ക് ഇതിൻ്റെ സിബിലിറ്റിക്ക് പ്രശ്നം കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. പിന്നെ ഇതിൽ വേറെ കാര്യം പറയാൻ പറ്റുമോ, ഈ ഒരു ഡിവൈസ് വർക്ക് ചെയ്യുന്നത് Android 12 കേട്ടോ. സോ അതിൻ്റെ എല്ലാ ഫീച്ചേഴ്സും നിങ്ങൾക്ക് ഇതിൽ കിട്ടുന്നതുമാണ്. മാത്രമല്ല പ്ലേ സ്റ്റോറൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അതിലുള്ള സകല സ്ട്രീമിംഗ് ആപ്സും നിങ്ങൾക്ക് ഇതിൽ ഡൗൺലോഡ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓൾറെഡി ഇതിൽ ആപ്പിൾ മ്യൂസിക്, ആമസോൺ മ്യൂസിക്, സ്പോട്ടിഫൈ കാര്യങ്ങളെല്ലാം തന്നെ പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് വരുന്നുണ്ട്. ഇനി ഇൻ്റർനെറ്റ് ആയിട്ട് ഒരു കണക്ഷൻ വേണ്ടെന്നുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് SD കാർഡിലേക്ക് അല്ലെങ്കിൽ ഇതിലേക്ക് ഇൻറ്റേർണൽ മെമ്മറിയിലേക്ക് പാട്ടൊക്കെ സെൻഡ് ചെയ്തിട്ടൊക്കെ ഇൻ്റർനെറ്റ് യൂസ് ചെയ്യാതെ തന്നെ പാട്ടും നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നതാണ്. സോ നെക്സ്റ്റ് ആണ് ഇതിൻ്റെ മെയിൻ പാർട്ട്, സൗണ്ട് ക്വാളിറ്റി. സൗണ്ട് ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ ഗൈസ് എക്സലൻ്റ് ആണ്. അടിപൊളി സൗണ്ട് ക്വാളിറ്റിയാണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. ഞാൻ ഒരുപാട് ടൈപ്പ് IM ഇതിൽ യൂസ് ചെയ്ത് നോക്കി, എല്ലാത്തിലും അടിപൊളിയാണ്. പിന്നെ ഈ ഒരു ഡിവൈസ് യൂസ് ചെയ്തിട്ട് 3 ടൈപ്പിൽ നിങ്ങൾക്ക് മ്യൂസിക് ആസ്വദിക്കാൻ പറ്റും കേട്ടോ. ഫസ്റ്റ് വൺ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താ ഹെഡ്ഫോൺ ജാക്ക് യൂസ് ചെയ്തുകൊണ്ട് അത് നല്ല IM കൊടുത്തിട്ട് നിങ്ങൾക്ക് ഹൈ ക്വാളിറ്റി മ്യൂസിക് കേൾക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇതാ ഈ ടൈപ്പ് സി പോർട്ടിലേക്ക് കണക്ട് ആക്കാൻ പറ്റുന്ന ഏതെങ്കിലും IM ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് പാട്ട് കേൾക്കാം. മൂന്നാമതായിട്ട് ഇതിൽ ബ്ലൂടൂത്ത് നിങ്ങൾ TWSന് കണക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് പാട്ട് കേൾക്കാം. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇതിൻ്റെ മാക്സിമം പൊട്ടൻഷ്യൽ എനിക്ക് കിട്ടിയിട്ടുള്ളത് ഈ കാണുന്ന ഹെഡ്ഫോൺ ജാക്കിൽ IM യൂസ് ചെയ്തിട്ട് കേട്ടപ്പോഴാണ് ഇതിൻ്റെ ഫുൾ ക്വാളിറ്റി അല്ലെങ്കിൽ ഇതിൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ എനിക്ക് പാട്ട് കേൾക്കാൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ അത്രയും ക്ലാരിറ്റിയാണ്, നല്ല ലൗഡാണ്, നല്ല ക്രിസ്പാണ്, എല്ലാം അടിപൊളിയാണ്. മാത്രമല്ല ഇവരുടെ തന്നെ ഒരു ആപ്പ് ഉണ്ട് ഹൈബി മ്യൂസിക് എന്ന്. ഇതിലിട്ടിട്ട് പാട്ട് കേൾക്കുകയാണെങ്കിൽ ഇതിൻ്റെ കംപ്ലീറ്റ് പാരാമെട്രിക് ഇക്യു നിങ്ങൾക്ക് ഇവിടെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് കൂടുതൽ ബേസ് വേണോ, ട്രബിൾ വേണോ, അല്ലെങ്കിൽ വോക്കൽസ് ആണോ നിങ്ങൾക്ക് പോപ്പ് ചെയ്ത് നിൽക്കേണ്ടത്, അതെല്ലാം നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. പിന്നെ ഇതിൽ ഞാൻ ഫേസ് ചെയ്തിട്ടുള്ളൊരു പ്രശ്നം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ ടൈപ്പ് സി കണക്ടറിൽ ഞാനൊരു IM കണക്ട് ചെയ്ത് പാട്ട് കേട്ട് നോക്കി. സ്പോട്ടിഫൈയിലാണ് കേട്ട് നോക്കിയിട്ടുള്ളത്. ആ സമയത്ത് നമുക്ക് ഇതിൻ്റെ വോളിയം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. വേറെ അടുത്ത് ഇഷ്യൂ വരുന്നില്ല, അതായത് ഫുൾ വോളിയത്തിലാണ് ഇതിൽ പാട്ട് കേൾക്കുന്നത്, നമുക്ക് കൺട്രോൾ ചെയ്യാനേ പറ്റുന്നില്ല. എന്തോ ഒരു ബഗ്ഗാണ്, ഞാൻ ഇതിൽ എടുത്ത് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. സോ നിങ്ങൾ ഈ ഒരു ഐറ്റം വാങ്ങി യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ കണക്ടറുള്ള ഒരു IM വാങ്ങിയിട്ട് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കാം കേട്ടോ. ഇനി അടുത്തൊരു പ്രശ്നം ഇതിൽ ഞാൻ ഫേസ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ചാർജിങ് സ്പീഡാണ്. ചാർജിങ് സ്പീഡ് വൻ ശോകമാണ്. ഒരുപാട് സമയം ചാർജ് ചെയ്തിട്ടാണ് ഇതൊന്ന് ഫുള്ളായി കിട്ടുന്നത്. ഏതാണ്ട് 2 മണിക്കൂറോളം ഞാൻ ചാർജ് ചെയ്തിട്ടുണ്ട്, അപ്പോഴാണ് എനിക്കിത് ചാർജായി കിട്ടിയിട്ടുള്ളത്. പിന്നെ അടുത്തൊരു പ്രശ്നം എനിക്ക് പ്രധാനമായിട്ട് ഫേസ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ഹീറ്റിംഗ് ആണ്. നിങ്ങൾ പാട്ട് കുറച്ച് നേരം കേട്ട് കഴിയുമ്പോൾ ഈ ഒരു ഭാഗം, ഈ മെറ്റാലിക് ആയിട്ടുള്ള ഭാഗം കൊണ്ടായിരിക്കണം, ഈ ഒരു ഭാഗത്തായിട്ട് അത്യാവശ്യം വാം ആവുന്നുണ്ട്. ഓവർ ഹീറ്റ് എന്നല്ല, ചെറിയൊരു ഹീറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. സോ അത്രയൊക്കെയാണ് കേസ് ഉള്ളത്. സോ ഫോണൊന്നും യൂസ് ചെയ്യാതെ നല്ല ഹൈ ക്വാളിറ്റിയിൽ മ്യൂസിക് കേൾക്കാനൊക്കെ ആഗ്രഹമുള്ളവർക്ക് പറ്റുന്ന ഒരു ബെസ്റ്റ് ഐറ്റമാണ്. നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പിന്നെ വേറെ ഒരുപാട് IMസിൻ്റെയും കാര്യങ്ങളൊക്കെ വീഡിയോ വരുന്നുണ്ട്. സോ അതൊന്നും മിസ് ചെയ്യാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. സോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ദിസ് ഈസ് മീ വിക്കി.